നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് സ്വദേശി ബാലമുരുകനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന്. തൃശൂർ മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പടിയൂർ സ്വദേശി ബഷീർ. 2.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ കേസിൽ എറണാകുളം സ്വദേശി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. കഞ്ചിക്കോട് വനമേഖലയിൽ പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്ത നിലയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സജീവം. വാണിയംകുളം പഞ്ചായത്തിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. യജ്ഞത്തിന് തുടക്കം കുറിച്ചത് വാണിയംകുളം ടൗണിൽ നിന്ന്. പട്ടാമ്പി നഗരസഭയിലും ശുചീകരണ യജ്ഞത്തിന് തുടക്കം. ചളവര പഞ്ചായത്തിന്റെ ICP സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിക്ക്. പുരസ്കാര സമർപ്പണം ICPയുടെ ഓർമ്മദിനമായ മെയ് 27-ന്. 500,000 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം മന്ത്രി K രാധാകൃഷ്ണൻ സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. അദ്ഭുതമായി അധ്വാനിക്കുന്ന മുത്തശ്ശി. 95-ാം വയസ്സിലും കെട്ടിട നിർമ്മാണ ജോലിയിൽ മുഴുകി പൂങ്കുന്നം സ്വദേശിനി കത്രീന. തൊഴിൽ ഉപേക്ഷിക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യെന്ന് കത്രീന മുത്തശ്ശി. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടു. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് രക്ഷപ്പെട്ട തമിഴ്നാട് ആലങ്കുളം സ്വദേശി ബാലമുരുകൻ. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. തമിഴ്നാട്ടിലെ പെരിയ കോടതിയിൽ ഹാജരാക്കി തിരികെ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ജയിൽ പരിസരത്ത് നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. ബനിയനും മുണ്ടുമാണ് രക്ഷപ്പെടുമ്പോൾ പ്രതി ധരിച്ചിരുന്നത്. രക്ഷപ്പെട്ട ബാലമുരുകനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പൈങ്കുളം റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം പടിഞ്ഞാറെ തോപ്പിൽ തൊടി വീട്ടിൽ പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുകാരൻ ആര്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം കാരൂർ ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ ആര്യനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഷൊർണൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെ 8:30-ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ സഹോദരൻ ആദ്യത്തിനും കൂട്ടുകാർക്കുമൊപ്പമാണ് കാരൂർ ക്ഷേത്രക്കടവിലെ ഭാരതപ്പുഴയിൽ കുളിക്കാനായി ആര്യൻ എത്തിയത്. കുളിക്കുന്നതിനിടെ ആര്യൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായ കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്നെത്തിയ നാട്ടുകാരാണ് പോലീസിലും ഷൊർണൂർ അഗ്നിരക്ഷാസേനയിലും വിവരമറിയിക്കുന്നത്. മലമ്പുഴ ഡാം തുറന്നുവിട്ടതും വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ മഴയിലും ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതിനാൽ രാത്രി 9:30 വരെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് സ്ഥലം MLAയും മന്ത്രിയുമായ K രാധാകൃഷ്ണനും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് കാരൂർ ക്ഷേത്രക്കടവിന് സമീപത്തായി 8:30യോടുകൂടി ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഒരു വിദ്യാർത്ഥിയാണ്, 15 വയസ്സുള്ളൊരു പയ്യനാണ്. ഇന്നലെ അകപ്പെട്ടു. അപ്പോൾ ഇന്നലെ വെള്ളം പൊതുവെ കൂടുതലായിരുന്നു. 2 ആളുടെ അടി താഴ്ചയുണ്ട്. അവിടെ ഒരു ഒഴുക്കിൽ പെട്ടതാണ് പയ്യൻ. ഇന്നലെ ഒരു 3-3.5 മണിക്കൂറോളം ഇന്നലെ തെരച്ചിൽ നടത്തി. കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഒരു 1-1.5 മണിക്കൂർ തെരഞ്ഞു ഇപ്പോൾ കണ്ടെത്തി. ചെറുതുരുത്തി പോലീസിന്റെ മേൽ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശി 35 വയസ്സുള്ള ബഷീറിനെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും മതിലകം പോലീസും ചേർന്ന് പിടികൂടിയത്. മതിലകം നെടുമ്പറമ്പിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തി വന്നിരുന്ന ബഷീർ പ്രദേശത്തെ യുവാക്കൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന 2.5 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. തീരദേശത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരിമരുന്ന് നൽകുന്ന മുഖ്യകണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ, മതിലകം ഇൻസ്പെക്ടർ K നൌഫൽ, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, CR പ്രദീപ്, ASI പ്രജീഷ്, CPOമാരായ നിഷാന്ത്, മാനുവൽ,
ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കോട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്തു. കഞ്ചിക്കോട് വല്ലടി അയ്യപ്പൻമല ഭാഗത്തെ കാട്ടിലാണ് അമ്മ കരടിയും കുഞ്ഞിനെയും ഷോക്കേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് പോസ്റ്റൊടിഞ്ഞ വൈദ്യുതി ലൈൻ താഴെ വീണിരുന്നു. ലൈൻ നന്നാക്കാനായി വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ KSEB ജീവനക്കാരാണ് കമ്പികളിൽ കുടുങ്ങി ചത്ത നിലയിൽ കരടികളെ കണ്ടെത്തിയത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വൈകിട്ടോടെ കരടികളുടെ ജഡം ധോണിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. രാവിലെ വെറ്റിനറി ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കരടികളുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ മാത്രമേ കരടികളുടെ യഥാർത്ഥ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവൂവെന്ന് വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു. കഞ്ചിക്കോട് അയ്യപ്പൻമല പ്രദേശം കരടികളുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. ഇവിടെ കാട്ടാനയടക്കമുള്ള മൃഗങ്ങളും ജനവാസ മേഖലകളിലേക്ക് എത്താറുണ്ട്. വൈദ്യുതി പോസ്റ്റുകളിലേക്ക് കാട്ടാനകൾ മരം കടപുഴക്കിയിട്ട് വൈദ്യുതി തടസ്സമുണ്ടാകുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. എറണാകുളം തൃക്കാക്കര തൈക്കാട്ടുകര സ്വദേശി കരുണാനിവാസിൽ 39 വയസ്സുള്ള ബോസ്കോയെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പറവൂർ സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കുമെന്നും പരാതി ഒത്തുതീർക്കുന്നതിന് 2.5 കോടി രൂപ നൽകണമെന്നും അല്ലാത്തപക്ഷം യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ തൃശൂർ പാപ്പിനിവട്ടം സ്വദേശിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത്. പരാതിക്കാരന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമായ വ്യക്തിയെ വിളിച്ചായിരുന്നു പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയത്. പിന്നീട് യൂട്യൂബ് ചാനലിൽ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ലഭിച്ച പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ M. സുജിത് അന്വേഷണം ആരംഭിച്ചത്. വിശദമായ അന്വേഷണത്തിൽ ബോസ്കോയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ ഇനിയും 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. സബ് ഇൻസ്പെക്ടർ പ്രമോദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദുർഗാലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ വൈശാഖ്, ഷാൻ, അരുൺജിത്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം മരത്തങ്കോട് നിയന്ത്രണം വിട്ട JCB ബുള്ളറ്റിലിടിച്ച് അപകടം. അപകടത്തിൽ ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് സ്വദേശി 37 വയസ്സുള്ള നിഷയ്ക്കാണ് പരിക്കേറ്റത്. പാതയോരത്ത് നിർത്തിയ ബുള്ളറ്റിന് പിറകിൽ JCB ഇടിക്കുകയായിരുന്നു. കുന്നംകുളം ഭാഗത്തു നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന JCBയാണ് അമിത വേഗതയിലെത്തി ബുള്ളറ്റിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് യുവതിക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ യുവതിയെ മരത്തങ്കോട് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ മാസ് ശുചീകരണം ഇവിടെ നടത്തുന്നത്. 18, 19 തീയതികളിൽ കേരളത്തിലെമ്പാടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ്ങുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ശങ്കരമംഗലം ഭാഗത്താണ് ക്ലീനിങ് നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിച്ചെറിയപ്പെടുന്ന ഒരു സ്വഭാവം ഇന്ന് ഈ ശങ്കരമംഗലം ഭാഗത്ത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ശങ്കരമംഗലം ഇരട്ടക്കുളത്തിന് സമീപത്താണ് ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം നടന്നത്. മഴയ്ക്ക് മുൻപേ എന്ന തലക്കെട്ടിൽ 2 ദിവസമായാണ് ശുചീകരണം. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുഗിയ അധ്യക്ഷയായി. കൗൺസിലർമാരായ CA റാസി, ദീപ, ശ്രീനിവാസൻ, സെക്രട്ടറി ബ്ലെസി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, നാട്ടുകാർ, പരിസ്ഥിതി പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശ റാലിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കം. വാണിയംകുളം നഗരത്തിൽ നിന്ന് ആരംഭിച്ച ശുചീകരണ യജ്ഞം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രദേശത്തെ ആകെ മാലിന്യമുക്തമായി സൂക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ
കേരള സംസ്ഥാന ഗവൺമെൻറ്, ശുചിത്വ മിഷൻ, ഹരിത മിഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അതിൻ്റെയൊക്കെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. എന്നാലും പൂർണ്ണമായിട്ടും ഇല്ല. അപ്പോൾ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. സഹായകരമായ നിലപാടുകൾ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും സ്വീകരിക്കുന്നു. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്രീലത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു, ഇ പി രഞ്ജിത്ത്, കെ എസ് മഞ്ജിമ, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുശി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 18 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 95-ാം വയസ്സിലും കെട്ടിട നിർമ്മാണ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശിനി കത്രീന. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയിലുമാണ് ഈ മുത്തശ്ശി. സഹതൊഴിലാളികൾക്കൊപ്പം വാർദ്ധക്യത്തെ അതിജീവിച്ച് കരുത്തോടെ പണിയെടുക്കുന്ന കത്രീന നിരവധി ആദരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കനത്ത വെയിലിലും ജോലി തിരക്കിലാണ് കത്രീന. 55 വർഷമായി കത്രീന കെട്ടിട നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. 27 വർഷം മുമ്പ് ഭർത്താവ് ബേബി മരിച്ചു. പിന്നീട് മക്കളെ പോറ്റാനായാണ് കത്രീന ജോലിക്ക് പോയി തുടങ്ങിയത്. കുട്ടികളൊക്കെ ആയിപ്പോൾ അവരെ വളർത്താനായിട്ടൊരു ഭാഗമില്ല. അപ്പോൾ വാർക്കപ്പണിക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയത് ഒരേ പാലങ്ങളും അതും ഇതും പണിയാൻ ഒക്കെ സീറ്റ് അങ്ങനെ ഇടാൻ പോലെ സ്വിമ്മിംഗ് പൂള്, ചാലക്കുടി പാലം, ഇവിടെ ഈ ഭാഗം ഇനി പണിയാത്ത അമല ആസ്പത്രി, അതൊരു മണ്ണുകുന്നല്ലായിരുന്നേ, അത് സഫയർ. ഞാൻ ഈ പണിയാത്ത ഈ ലോകത്ത് രുക്മണി മണ്ഡപം, ഷാർജ, റെയിലങ്ങോട്ട് കടക്കോടത്ത് ഇപ്പുറത്തുള്ള ഷാർജ, കമരിച്ചില്ലേ, അതൊക്കെ ഞാൻ 4 മക്കളിൽ ഒരാൾ മരിച്ചു. ബാക്കിയുള്ളവർ വളർന്നപ്പോൾ അമ്മ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും കത്രീന കൂട്ടാക്കിയില്ല. ഇതോടെ മക്കൾ അമ്മയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും കത്രീന ചെയ്യും. ജോലിക്ക് ഒരു ദിവസം പോകാതിരുന്നാൽ ക്ഷീണമാകുമെന്നാണ് കത്രീന പറയുന്നത്. മൂത്ത മകന് 60 വയസ്സായി. അവർക്കില്ലാത്തത്ര ആരോഗ്യം കത്രീനയ്ക്കുണ്ട്. ദിവസവും വെളുപ്പിന് വാർക്കപ്പണികൾക്കായി കത്രീന പോകും. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ, സിനിമാ നടൻ മമ്മൂട്ടി തുടങ്ങിയവരിൽ നിന്ന് കത്രീന ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കത്രീന മുത്തശ്ശി ഇപ്പോൾ വൈറലാണ്. ജോലിക്കിടയിൽ ചൂടും മഴയും കത്രീനയ്ക്ക് പ്രശ്നമേയല്ല. സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ 95-കാരി. മരണം വരെ ജോലിക്ക് പോകണമെന്നാണ് കത്രീനയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് KCB വൈദ്യുത ലൈനിന് മുകളിൽ പ്ലാവിന്റെ കൊമ്പ് പൊട്ടിവീണ് സമീപത്തെ വീടിന്റെ മതിൽ തകർന്നു. പൈങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷെരീഫിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. വെള്ളിയാഴ്ച രാത്രി 8:30യോടുകൂടി പൈങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ പ്ലാവാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് KCB വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും മതിൽ തകരുകയും ചെയ്തത്. അപകടം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് KCB അധികൃതർ സംഭവസ്ഥലത്തെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത്. വൈദ്യുതി വിച്ഛേദിക്കുന്നതുവരെ ഇതുവഴി ആരും കടന്നു വരാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കാനായി. അപകടം നടന്ന സ്ഥലത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാരനായ റഷീദിന്റെ സംയോജിതമായ ഇടപെടലിലാണ് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കാനായത്. സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലുള്ള പ്ലാവിന്റെ വലിയൊരു തടി റോഡിന്റെ ഇലക്ട്രിസിറ്റി കമ്പിയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണ് ഏകദേശം 2 മണിക്കൂർ മുന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ പരിസരത്തൊന്നും കറണ്ടില്ല. ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ആ മരത്തടി തൊട്ടടുത്തുള്ള ഷെരീഫ് എന്ന വ്യക്തിയുടെ മതിലെല്ലാം പൊളിച്ച് അങ്ങനെ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ICP സ്മാരക പുരസ്കാരം മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക്. ICPയുടെ ഓർമ്മദിനമായ മെയ് 27 രാവിലെ 10 മണിക്ക് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയും കേരളത്തിലെ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല സംഘാടകനുമായിരുന്നു ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് കൂടിയായ ICP നമ്പൂതിരി. ICPയുടെ സ്മരണയ്ക്കായി 2021 മുതലാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് പുരസ്കാരം നൽകുമെന്ന് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, ഡോക്ടർ CP ചിത്രഭാനു, GP രാമചന്ദ്രൻ, ഡോക്ടർ സംഗീത ചേന്നംകുളം, ഡോക്ടർ അജിത് കാളിയത്ത് എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ICPയുടെ ഓർമ്മദിനമായ മെയ് 27-ന് രാവിലെ 10 മണിക്ക് ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K. രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷം അധികാര വികേന്ദ്രീകരണം, കേന്ദ്രീകൃത ആസൂത്രണം ഈ മേഖലകളിൽ ലോകത്തിനു മുന്നിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നതിൽ നേതൃത്വപരമായ സംഭാവന നൽകിയ വ്യക്തി എന്ന നിലയിൽ കേരളത്തിൻ്റെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിക്കാണ് ICP പുരസ്കാരം സമ്മാനിക്കുന്നത്. പുരസ്കാര നിർണയ സമിതി കൺവീനർ CP ചിത്രഭാനു, K. ഗീത, V. പ്രതീഷ്, VK അനിൽകുമാർ, V. സുനന്ദ, UP രാധിക എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി തമിഴ്നാട് സ്വദേശി ബാലമുരുകനെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിയൂർ ഹൈ സെക്യൂരിറ്റി ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടത് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന്. തൃശൂർ മതിലകം നെടുമ്പറമ്പിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പടിയൂർ സ്വദേശി ബഷീർ. 2.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ കേസിൽ എറണാകുളം സ്വദേശി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിൽ. ഭാരതപ്പുഴയിലെ കാരൂർ ക്ഷേത്രക്കടവിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പൈങ്കുളം റോഡ് പടിഞ്ഞാറേ തോപ്പിൽ തൊടി പരേതനായ സുരേന്ദ്രന്റെ മകൻ 15 വയസ്സുള്ള ആര്യൻ. ഒഴുക്കിൽപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ ആര്യന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ. കഞ്ചിക്കോട് വനമേഖലയിൽ പൊട്ടിവീണ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 2 കരടികൾ ചത്ത നിലയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സജീവം. വാണിയംകുളം പഞ്ചായത്തിൽ ശുചീകരണ യജ്ഞം തുടങ്ങി. യജ്ഞത്തിന് തുടക്കം കുറിച്ചത് വാണിയംകുളം ടൗണിൽ നിന്ന്. പട്ടാമ്പി നഗരസഭയിലും ശുചീകരണ യജ്ഞത്തിന് തുടക്കം. ചളവറ പഞ്ചായത്തിന്റെ ICP സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക്. പുരസ്കാര സമർപ്പണം ICPയുടെ ഓർമ്മദിനമായ മെയ് 27-ന്. 1,00,000 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം മന്ത്രി K. രാധാകൃഷ്ണൻ സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. അദ്ഭുതമായി അധ്വാനിക്കുന്ന മുത്തശ്ശി. 95-ാം വയസ്സിലും കെട്ടിട നിർമ്മാണ ജോലിയിൽ മുഴുകി പൂങ്കുന്നം സ്വദേശിനി കത്രീന. തൊഴിൽ ഉപേക്ഷിക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യെന്ന് കത്രീന മുത്തശ്ശി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.